ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. സമുദായ സംഘടനകൾ തിണ്ണ കയറി നരങ്ങരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്നാ ചെയ്ത് കനാനായ സഭയുടെ തിരുമേനിമാരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോ അവിടെ ചെന്ന് കാലേ വീണില്ല. ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. തങ്ങളുടെ തിണ്ണനിരങ്ങാൻ വരാത്ത നേതാക്കളെയെല്ലാം പുച്ഛമാണ് നടേശനും നായർക്കും. താനൊന്നും നേരെയാവൂലോ. ജി സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു പ്രസ്താവന നോക്കും. പമ്പ നദിയിൽ മനുഷ്യ മാലിന്യം ഒഴുകുമ്പോ അതിൽ മുങ്ങിയല്ലേ അയ്യപ്പന്മാര് ദർശനത്തിന് പോകുന്നത്. 10-10.5 കൊല്ലമായിട്ട് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു അത് പരിഹരിക്കുന്നതിന് എന്നാണ് ചോദിച്ചത്. ഇത് ബോധം വെക്കണമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. എത്രത്തോളം അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്ര സർക്കാരാണോ അത് ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ്. അറിയാവുന്ന പോലെ സാർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരം. ഞങ്ങളൊരു പാർട്ടിക്ക് വേണ്ടിയും പ്രവർത്തിക്കില്ല. എന്തിനിടയിൽ കുറ്റി കുഴിച്ചിട്ട് പോലെ ഇവിടെ ഇരിക്കണേ. സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ലേ? ഇവർ ഈ ഹിന്ദു ഐക്യമൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദിക്കേണ്ടത് അവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വർഷാവർഷം കൃത്യമായിട്ട് അതിന്റെ എല്ലാം സംരക്ഷണ ചുമതലയുള്ള സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ സംസ്ഥാന സർക്കാരിനെ ഒരു തരത്തിലും CPM-നെ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ മറ്റ് രണ്ട് പാർട്ടികളെയും ഒരേ ഡിസ്റ്റൻസിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ ആരോടാണ് സമവായം, അല്ലെങ്കിൽ ആരോടാണ് സമദൂരം? പണ്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു വാക്കുണ്ട്, NSS ഇപ്പോ സമദൂരമല്ല മറിച്ച് ശരിദൂരമാണ് എന്ന്. എങ്കിൽ അതെങ്കിലും പറയണം. അതായത് ഇപ്പോ ശരിദൂരമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായിരിക്കുന്ന ശരിദൂരം ഇതാണ് എന്നവർ പറയണം. അപ്പൊ CPM-നെ വിമർശിക്കാതെ കോൺഗ്രസിനെയും BJP-യെയും വിമർശിച്ച് ലീഗിനെയും വിമർശിച്ച് മറ്റുള്ള വ്യക്തികളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ച് ഇത് ഞങ്ങൾ വളരെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന നടപടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എനിക്ക് ലളിതമായിട്ട് ഇവരോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ പറയുന്ന നായാടി മുതൽ വിശാല ഐക്യത്തിലേക്ക് നസ്രാണികളെ കൂടി ചേർത്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഐക്യം ഇപ്പോൾ രൂപീകരിക്കാനായിട്ട് കണ്ട ഈ സമുദായങ്ങളുടെ പ്രത്യേക ദുരവസ്ഥ എന്താണ്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. അങ്ങനെയെങ്കിൽ ആ ദുരവസ്ഥയ്ക്ക് ഇപ്പോ ഭരിക്കുന്ന ആൾക്കാരല്ലേ കാരണം? അപ്പൊ നിങ്ങൾ അവരോടൊപ്പമാണോ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം. ഈ ഐക്യത്തിലൂടെ നിങ്ങൾ കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു ചോദ്യമില്ലേ? അതായത് നിങ്ങൾ ഇലക്ഷൻ വഴി ജയിക്കുന്നതാണോ? നയപരമായിട്ട് എന്തെങ്കിലും ഒരു അജണ്ട നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം മുന്നിൽ വെച്ചിട്ട് അതിൽ നിങ്ങൾ തീരുമാനമെടുത്തതിന് ശേഷം ഞങ്ങളോടൊപ്പം നിൽക്കണം, ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇതൊന്നും പറയുന്നില്ലെന്നേ. പകരം നമ്മൾ ഈ കേൾക്കുന്ന എന്താണ്? ഈ തകരയും ഈ അഴിച്ചുവിട്ടു എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണവും തിണ്ണ നിരങ്ങി എന്ന് പറയുന്ന കാര്യങ്ങളും മാത്രമാണ്. അത് ശരിയായിട്ടുള്ള ഒരു നടപടിയേ അല്ല. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ രാഷ്ട്രീയ അവസരവാദം എന്ന് മാത്രം ചുരുക്കുന്നത്. ഡോക്ടർ ജയരാജ്, എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? നമുക്കറിയാം NSS കാലാകാലങ്ങളായി എടുക്കുന്നൊരു സമീപനമാണ് ഈ സമദൂരം എന്നത്. അതിന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അതെല്ലാം വിട്ട് ഇടതുപക്ഷ സർക്കാരിനോട് അനുഭാവം പുലർത്തുന്ന തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുക. ഇപ്പോൾ വരുന്ന ഈ SNDP NSS ഐക്യ നീക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് എന്ന വിലയിരുത്തലിനെ താങ്കൾ അംഗീകരിക്കും? NSS-ന് വളരെ കൃത്യമായ തീരുമാനങ്ങളുണ്ട്. സുകുമാരൻ നായർ സാർ ഇന്ന് പറഞ്ഞത് എന്താണ്? സെക്യുലർ ക്രെഡൻഷ്യൽസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വലതുപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നത് എന്താണ്? മുസ്ലിം തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുവഴി BJP ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് പ്രത്യക്ഷമായും പരോക്ഷമായും കുറെ നാളുകളായിട്ട് കോൺഗ്രസ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ ഒരു ശ്രമത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവം. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ആ സ്വഭാവത്തിനെതിരെ എപ്പോഴെല്ലാം സെക്യുലർ ക്രെഡൻഷ്യൽസിനെതിരെ അറ്റായിട്ടുണ്ട്, എപ്പോഴും സെക്യുലറിസത്തിന്റെ ഒരു സ്റ്റാൻഡാണ് NSS എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് തുടക്കത്തിലെ കാണാം. പിന്നെ മുസ്ലിങ്ങളെ അല്ലല്ലോ പറയുന്നത്, മുസ്ലിങ്ങളുടെ വർഗീയവാദികളല്ലേ പറയുന്നത്. മുസ്ലിങ്ങളെ ഭയന്നാണ് ക്രിസ്ത്യാനികൾ പോലും കേരളത്തിൽ താമസിക്കുന്നത് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച NSS ജനറൽ സെക്രട്ടറിയുടെ കാര്യമാണോ താങ്കൾ പറഞ്ഞത്? അതല്ല ഉദ്ദേശം. ഇതിനകത്ത് പറയുന്നത് ഇപ്പൊ AK ബാലന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണത് മുസ്ലിങ്ങൾക്ക് എതിരാവുന്നത്? മുസ്ലിം അതിനകത്തെ വർഗീയവാദികളെ, അതിനകത്ത് റാഡിക്കൽ ഇസ്ലാമിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഇസ്ലാമിനെതിരാവും? അങ്ങനെ ഒരു നറേഷൻ കെട്ടിപ്പടുക്കാനായിട്ട് കുറെ നാളുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ശ്രീ ജയരാജ്, ഹിന്ദു ഐക്യത്തിൽ നസ്രാണികളെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും, കാരണം മുസ്ലിങ്ങളെ ഭയന്നാണ് ക്രിസ്ത്യാനികൾ പോലും ഇവിടെ ജീവിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞതും
ഇതിനു മുൻപ് നിരന്തരമായി നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിൽ വെള്ളാപ്പള്ളി നടേശനിൽ ഒരു തെറ്റും കാണാതെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്ത NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാട്, അതിനെ താങ്കൾ എന്ത് പറയും? ഇന്ന് NSS ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും താല്പര്യമൊന്നുമില്ല, ഞങ്ങളുടെ നിലപാടുകൾ ഇതാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ കോൺഗ്രസ് കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പിനെതിരെയുള്ള അതിശക്തമായ പ്രതികരണമാണ് ഈ രണ്ട് സമുദായ സംഘടനയിലെ നേതാക്കന്മാരും കാണിച്ചത്. അത്തരത്തിലുള്ള ഏകീകരണത്തിന്റെ ആവശ്യത്തിനെ കുറിച്ച് അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള നീക്കുപോക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ടാകും. ഒരു സത്യം പറയട്ടെ, ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഇപ്പൊ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിരോധിക്കപ്പെട്ട 19 പുസ്തകങ്ങൾ, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, മതരാഷ്ട്രവാദം, ഇതിനകത്തുള്ള ഗ്ലോബൽ സ്പോൺസർഷിപ്പ്, ടെററിസത്തിന്റെ ഒരു നെറ്റ്വർക്ക്, ഈ സാധനങ്ങളെല്ലാം നമ്മളിവിടെ ഇതിനകത്തൂടെ ഒളിച്ചു കിടത്താനായിട്ട് ശ്രമിക്കുകയാണ്. മുസ്ലിം ലീഗിലൂടെ ഒളിച്ചു കിടത്താൻ ശ്രമിക്കുകയാണ്. മുസ്ലിം ലീഗിനെ അവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കേരളത്തിന്റെ ഒരു സെക്യുലർ സ്പേസിനെ ഹൈജാക്ക് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളെയും ജാതി സംഘടന നേതാക്കൾ എന്നുള്ള രീതിയിൽ അവരതിന്റെ കാര്യങ്ങൾ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നതെന്ന് അങ്ങനെ വായിച്ചെടുക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. ഞാൻ ചോദിക്കുന്നത്, ക്രിസ്ത്യാനികളെ കൂടി ഉൾപ്പെടുത്തുന്ന ഹിന്ദു ഐക്യ നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? ആരെ അപരവൽക്കരിക്കാനാണത്? വെറുതെ ജയശങ്കർ സാർ, ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ബി ജയരാജ് പറഞ്ഞത് വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ UDF-നുള്ള ഇരട്ടത്താപ്പിന് ഉള്ള മറുപടിയാണ് ഇന്ന് ഈ സമുദായ നേതാക്കൾ നൽകിയതെന്നാണ്. സത്യമായിരിക്കും, സത്യവാൻ പറഞ്ഞതല്ലേ. ഇവിടെ ഈ ചില ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് യശശരീരനായ PT തോമസിനോടുണ്ടായിരുന്ന പോലെയുള്ള ഒരു സവിശേഷമായ ബന്ധമാണ് നമ്മുടെ ഹിന്ദു സമുദായ സംഘടനാ നേതാക്കന്മാർക്ക് VD സതീശനോടുള്ളൂ എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായി. സംഗതി അത്രേ ഉള്ളൂ, അദ്ദേഹത്തെ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. പിന്നെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കന്മാർ ഇന്നിപ്പോൾ സന്തോഷിക്കുന്നവരായിട്ടുണ്ടാകും. കാരണം സതീശനെതിരായിട്ടാണ് ഈ പടയൊരുക്കം. ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ്, പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ഇത് LDF-ന് അനുകൂലമായിട്ടും കോൺഗ്രസിനും BJP-ക്കും എതിരായിട്ടും കൂടിയുള്ള ഒരു മൂവ് അതിൻ്റെ അകത്തുണ്ട്. സംശയിക്കാൻ എന്തിരിക്കുന്നു, അത് തീർച്ചയല്ലേ. ആത്യന്തികമായിട്ട് ഇപ്പോഴല്ല, താൽക്കാലികമായിട്ട് ഈ LDF-ന് ഒരു പക്ഷേ ഗുണം ചെയ്തേക്കാം, പക്ഷെ ആത്യന്തികമായിട്ട് ഇത് BJP-ക്ക് ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞത് ഇതാണ് സംഗതി. വളരെ കുറച്ച് സമയം 2 മിനിറ്റ് എനിക്ക് തന്നത്. എനിക്ക് മാത്രം 2 മിനിറ്റ് തന്നതിന് ശേഷം അത് പറയാനായിട്ട് ഒരു അവസരം തരണ്ടേ? എന്റെ സംഭാഷണം എടുത്തില്ല. പറഞ്ഞോളൂ. ശരി. എനിക്ക് ആകെപ്പാടെ 2 മിനിറ്റാണ് അനുവദിച്ചത്. എന്റെ സഹ പാനലിസ്റ്റുകൾക്ക് കൊടുത്ത സമയം ഞാൻ കണ്ടു. അതിനുശേഷം പകുതിയുള്ള സമയം കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുപോയി. അതിനുശേഷം എനിക്ക് പറയാൻ, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം തരാതെ എന്നെ വിളിച്ചെന്തിനാണ് ഇങ്ങനെ ഇരുത്തിരിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് സംസാരിക്കാമോ? പറയൂ ഗോപികൃഷ്ണൻ, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വർഗീയ കാർഡിളക്കി കളിക്കുന്ന ഒരു നേതാവാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. VD സതീശനെ ഇനി എത്ര നിങ്ങൾ കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ക്ഷമിപ്പതുണ്ടോ എന്ന് പറഞ്ഞതുപോലെ VD സതീശനെ എത്രയൊക്കെ വെള്ളപൂശി സഹിച്ചാലും അത് കറുത്ത് തന്നെ ഇരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. പിന്നെ താങ്കൾ ചോദിച്ച വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ നസ്രാണികൾ എന്നുള്ള പുതിയൊരു എക്സ്റ്റൻഷൻ വന്നതെന്നുള്ളത്? കാരണം സത്യമാണ്, ക്രിസംഗികൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടെന്നുള്ള കാര്യം ഗോപികൃഷ്ണൻ അറിയാമല്ലോ. അപ്പൊ അവരെ വർഗീയതയിലേക്ക്, അതിവർഗീയതയിലേക്ക് തള്ളിയിടുന്ന ഒരു പ്രവർത്തനം, ഗൂഢമായ പ്രവർത്തനം BJP സംഘം വേറെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അതിനിടയ്ക്ക് അവർ ഇതല്ല യാഥാർത്ഥ്യമൊന്നും, വർഗീയത വേരോടുന്ന ഒരു മണ്ണല്ല കേരളം ഒന്നും കാണിച്ചു കൊടുക്കാനായിട്ട് ഇത്തരം സംഘടനകൾക്ക് കഴിയുന്നെങ്കിൽ കഴിയട്ടെന്നേ. അവരുടെ സമദൂരവും ശരിദൂരവും തന്നെയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ന്യായമാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ 10 വർഷത്തിന്റെ അതിന്റെ ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ കോട്ടങ്ങളോ പരിശോധിക്കട്ടെ. വൈകാരികമായ വിഷയങ്ങൾ എടുത്തിട്ട് ശബരിമല, സ്വർണ്ണക്കൊള്ള, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്ന കുട്ടി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ജയശങ്കർ സാറിന്റെയും പൊടിപാറയുടെയൊക്കെ 5 വർഷം മുമ്പുള്ള പ്രസംഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര സീറ്റ് കിട്ടുമെന്നൊക്കെ അവർ പ്രവചിച്ചൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതൊക്കെ തപ്പിയെടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും മലപ്പൊടിക്കാരന്റെ മനോരഞ്ജയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. അതുപോലെയാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം. എന്റെ നിഗമനങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഈ ജഗദീഷ് ശ്രീമാർ പറയുന്നതാണ് പോലെ ഐഡിയ ഇസ് ഗുഡ് ബട്ട് ലഗ് ഈസ് മൈൻ എന്നൊരു സിനിമയിലെ ഒരു കോമഡി സീനിൽ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ അഭിപ്രായം. ജയറാം ഇരുന്ന ഇന്ന് സജി ചെറിയാൻ പറഞ്ഞതും കുറച്ചു ദിവസം മുമ്പ് AK ബാലൻ പറഞ്ഞു ഒന്നും വർഗീയതയല്ല, വർഗീയ പരാമർശമല്ല അല്ലെ. കാസർഗോഡും മലപ്പുറത്തും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മതി വർഗീയ ധ്രുവീകരണം ഉണ്ടോ എന്ന് കാണാം. ഇന്ന് സജി ചെറിയാൻ പറഞ്ഞത് വർഗീയ പരാമർശമല്ല. അതെങ്ങനെയാണ് വർഗീയതയാവുന്നത്?
എനിക്കത് മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയത്തിനെ മതപരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് വർഗീയതയാണ്. രാഷ്ട്രീയത്തിന് ആരാണ് ഇവിടെ വർഗീയത? ഇത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എങ്ങനെയാണ് അത് വർഗീയതയാവുന്നത്? തുമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും, പക്ഷെ ആ ലെവലിൽ തുമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തുമ്മന്റെ കൺട്രോളിംഗ്. ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം സാമാന്യത്തിനെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നതാവുന്നത്? അതിനകത്തുള്ള വളരെ കുറച്ച് മൈനോറിറ്റീസ് ആയിട്ടുള്ള കമ്മ്യൂണലിസ്റ്റുകളെ, വർഗീയവാദികളെ, ടെററിസ്റ്റുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് കേരളത്തിന്റെ സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതൊരു പൗരന്റെ കടമയാണ്. തുണി വാങ്ങടേ, എന്തിനാണ് ഇവര് വായി തിരിക്കേറ്റ